വിളിക്കുന്നത്? എന്നാലും ഫോണും കാലിലൊക്കെ എടുത്ത് നോക്കാം. ഇത് റോക്കി ആണല്ലോ. പറയ റോക്കി, എന്താണ് നീ വിളിച്ചേ? എടാ വേറെ ഒന്നുമില്ലടാ, എൻ്റെ അടുത്ത് 2-3 വെഹിക്കിളുണ്ട്. നീ ഒന്ന് വന്നിട്ട് നിൻ്റെ ഫ്രണ്ട്സിന് ആരൊക്കെയെങ്കിലും ഒന്ന് സെല്ല് ചെയ്യും. അതിനെന്താടാ, ഞാനിപ്പോൾ തന്നെ വരാം. സെല്ല് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? നിനക്ക് അതിൻ്റെ 20% കാലൊക്കെ നിനക്ക് തരാം. എന്നൊക്കെ ഞാനിപ്പോൾ വരാം. ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ ചക്കപ്പച്ചാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ GTA 5 എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഷിൻചാനല്ല ഗൈസ്, ഇന്ന് ഫ്രാങ്കളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ റോക്കി വിളിച്ച സ്ഥലത്തോട്ട് ഞാനൊക്കെ പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ കാർ എടുത്ത് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടി ഇങ്ങനെ ഓടിച്ച് വന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഗോൾഡായത്. കളറല്ല ഗൈസ്, ഇത് പ്യുവർ ഗോൾഡ് തന്നെയാണ്. ഇതെങ്ങനെ ആയതെന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. പ്യുവറായിട്ടുള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ നമ്മളെ വെഹിക്കിളായിട്ടുണ്ട്. അവിടെ ഒരു വെഹിക്കിളും കൂടെയാണ് നമുക്ക്. വേണ്ട, അവിടെ ആൾക്കാരുണ്ട്, വലിയ സീനാക്കണ്ട. ഇങ്ങനെ അവിടെ എന്തായാലും കുറച്ച് വെഹിക്കിൾ ഉണ്ടെന്നല്ല പറഞ്ഞു. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മളാണെങ്കിൽ നേരെ നമുക്ക് നമ്മുടെ റോക്കിൻ്റെ ഷോറൂമിലോട്ട് പോവാം. അങ്ങനെ നമ്മളാണെങ്കിൽ നേരെ നമ്മുടെ റോക്കിൻ്റെ കസ്റ്റമേഴ്സിലോട്ട് എത്തിയിട്ടുണ്ട്. കസ്റ്റമേഴ്സല്ല, ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ബൈക്ക് ഇതൊക്കെ ഉണ്ട്. റോക്കി ഇവിടെ നിൽക്കാം. നമുക്ക് എന്തായാലും റോക്കിനോട് പോയി സംസാരിക്കാം. ഹായ്, എടാ റോക്കി, ഏതൊക്കെ വണ്ടിയാടാ സെല്ല്? അവിടെ കുറേ വണ്ടികളുണ്ടല്ലോ. എടാ നീ കണ്ടോ അവിടെ കിടക്കുന്ന 2 വെഹിക്കിളുണ്ട്. 2 ആ ബുഗാട്ടിൻ്റെ കോപ്പി. ഇപ്പുറത്തുള്ള വേറെ ഏതൊരു വണ്ടി, ആ വണ്ടീൻ്റെ കമ്പനി ഏതാ മറന്നുപോയി. ആദ്യം കൂടി വണ്ടിയാണ് എന്തായാലും. നീ അത് 2 സെല്ല് ചെയ്ത് തരുമോ? എടാ ഫ്രാങ്ക്ലി, ഞാൻ ചോദിക്കാൻ വേണ്ടി മറന്നു. നീ എങ്ങനെയാടാ ഈ ഗോൾഡ് വണ്ടിയൊക്കെ എടുത്ത്? അതൊക്കെ വലിയ കഥയാടാ. എടാ നീ ആ വണ്ടി സെല്ല് ചെയ്യുന്നുണ്ടോ? അത് ഞാൻ കൊടുക്കില്ല. വേണമെങ്കിൽ നിനക്ക് ഞാൻ ഗോൾഡ് ചെയ്ത് തരാം. അതെങ്ങനെ? എടാ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ലടാ. ഞാൻ രാവിലെ നീച്ചപ്പോഴാണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. പിന്നെ വണ്ടിയിൽ കയറി കുറച്ച് വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോഴാണെങ്കിൽ വണ്ടീൻ്റെ കളറ് ആണെങ്കിൽ ഗോൾഡായി, പ്യുവർ ഗോൾഡായി വണ്ടി. അങ്ങനെയൊക്കെയാവോ? അതേടാ റോക്കി, എങ്ങനെയാണെന്ന് അറിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് എൻ്റെ 2 വണ്ടി എനിക്ക് ഗോൾഡാക്കി തരുമോ ഫ്രാങ്കളിനെ? പിന്നെ എന്താടാ, ഞാനിപ്പോൾ തന്നെ ആക്കി തരാം. നീ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ആടെ ഫ്രാങ്കളിനെ. അപ്പോൾ ഈ 2 വണ്ടിയാണ് നമ്മളോട് ഗോൾഡാക്കാൻ വേണ്ടി പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ അങ്ങോട്ട് പോവാ. നമ്മൾ കുറച്ച് നേരം, എത്ര 1/2 മൈൽസൊക്കെ പോകുമ്പോഴാണ് ഇത് ആവാന്ന് പറഞ്ഞത്. 1 മൈലില്ല, 1/2 മൈൽസ് പോകുമ്പോഴാണ് ഇതിൻ്റെ കളറും കാലൊക്കെ മാറാമെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഗൈസ്, അവിടെ എത്തണം മുന്നെയാണെങ്കിൽ നമ്മുടെ വണ്ടി ഗോൾഡ് കാലൊക്കെ ആയിരിക്കുകയാണ്. ഇത് ബുഗാട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, പക്ഷേ ഇതിന് നല്ല വില കിട്ടും ഗൈസ്. കാരണം വെച്ചാൽ ഇത് പ്യുവർ ഗോൾഡാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് പ്യുവർ ഗോൾഡാണെന്നൊക്കെ ഗൈസ്. അപ്പം അങ്ങനെ നമുക്ക് എന്തായാലും ഗോൾഡ് കാലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി കാലൊക്കെ നമ്മൾ ഇവിടെ കാണുന്നില്ല ഗൈസ്, എവിടെയെന്ന് അറിയില്ല. എന്തായാലും എന്നോട് ചോദിക്കാം. എടാ എൻ്റെ വണ്ടി, മറ്റേ വണ്ടിയുടെ എടാ അത് ഞാൻ ബാക്ക് സൈഡിൽ കൊണ്ടുപോയി നിർത്തി. കണ്ടോ, നിൻ്റെ ബുഗാട്ടി അവിടെ ഇതായിട്ടുണ്ട്. ഇനി നിനക്ക് അപ്പുറത്ത് ഇറക്കണ ഒരു സൂപ്പർ കാറുണ്ട്, അതും കൂടി ആക്കി തരാം. നീ അതും കൂടി ഒന്ന് ഇതാക്കിക്കോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് ആക്കാൻ പറഞ്ഞത്. മറ്റേ വണ്ടി സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ വണ്ടിയും കൂടി നമുക്ക് ആ കളറാക്കി കൊടുക്കാം ഗൈസ്, മീൻ ഗോൾഡാക്കി കൊടുക്കാം. ഇതാണെങ്കിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ് ഗൈസ്, ഇലക്ട്രിക് വെഹിക്കിളാണിത്. അങ്ങനെ നേരത്തെ പോലെ തന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ നമ്മുടെ വണ്ടീൻ്റെ ഗോൾഡ് കളറും കാലൊക്കെ ആയിരിക്കുകയാണ് ഗൈസ്. ഈ ഫ്രണ്ടിൽ കാണുന്നത് കുറച്ച് ഇത് കാലൊക്കെ പോയിട്ടുണ്ട് ഗൈസ്, വെറുതെ പോയതാണ്. സോ അതൊന്നും വിഷയമില്ല, അവനെ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി, പ്യുവർ ഗോൾഡ് കാലൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് വെഹിക്കിളാണ്. കൂടുതൽ പേരും ഈ വണ്ടിയിൽ ആയിരിക്കും വാങ്ങുന്നത്.
അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടി ഞാനിലൊക്കെ കൊണ്ടുപോയി അവൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക ഗൈസ്. അപ്പോൾ ഈ വണ്ടി ഞാനിലൊക്കെ അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ ആ ബുഗാട്ടി ഞാനിലൊക്കെ ബുഗാട്ടിൻ്റെ കോപ്പി ഞാനിലൊക്കെ അവന് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. എന്തായാലും ചോദിച്ചു നോക്കാം. എടാ റോക്കി, എടാ ബുഗാട്ടി അതിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട്. എടാ ഞാൻ എല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടൊക്കെയാണ്. നീ ഒരു കാര്യം ചെയ്യ് ഫ്രാങ്കിളിനെ, നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മിലിറ്ററി ബേസിൽ കയറിയിട്ട് നീ ഒരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഒരു ടാങ്കർ എടുത്ത് നീ കൊണ്ടുതാ. അതിന് നീ നിനക്കൊരു $10 million കാലൊക്കെ തരാം. എന്തായാലും കൊണ്ടുവന്നതാ. കുഴപ്പമില്ല. അങ്ങനോട് നമ്മളോട് ഗോക്കല്ല കേസ് നമ്മൾ റോക്കി പറഞ്ഞ് നമ്മളോട് മിലിറ്ററി ബേസിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ മിലിറ്ററി ബേസിലോട്ട് പോവാം ഗൈസ്. മിലിറ്ററി ബേസിലോട്ട് പോയിട്ട് നമുക്ക് എന്തായാലും ടാങ്കർ ഹെലികോപ്റ്റർ കാലൊക്കെ കൊണ്ടുവരാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മിലിറ്ററി ബേസിൻ്റെ ഉള്ളിലോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മിലിറ്ററി ബേസിൻ്റെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് എൻട്രി ഇല്ല ഗൈസ്, എൻട്രി പാസ് ഇല്ല. അപ്പോൾ നമുക്കാണെങ്കിൽ മോസിച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഈ വണ്ടീൻ്റെ കളറും കണ്ട ഗൈസ്, ഇത് നമ്മുടെ വണ്ടി, ഈ വണ്ടി നമുക്ക് ഗോൾഡ് കളറായിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ്, നേരെ പോയിട്ടൊരു ഗൈസ് അങ്ങനെ നമ്മളാണെങ്കിൽ പട്ടാളക്കാരുടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ടാങ്കർ പോലത്തെ ഒരു സംഭവമാണ് എടുത്തുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓടിച്ച് വന്നപ്പോഴാണ് ഗൈസ് അത്രയും നല്ല സേഫാണ്, ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള വെഹിക്കിളാണ് ഗൈസ് ഇത്. അതാണ് ഗൈസ് നമ്മൾ മിലിറ്ററി ബേസ് നല്ലൊക്കെ നമ്മൾ എന്തായാലും അവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തത്. നേരെ അവരുടെ ബാക്കിലുള്ള ഇതിലോട്ട് തന്നെ കയറി ഗൈസ്. നമ്മൾ ഇത് ഓടിച്ചു വന്നപ്പോഴാണെങ്കിൽ നമ്മൾ വണ്ടികളൊക്കെ ഗോൾഡ് കളറായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആരെയാണ് ഗൈസ് അവർ ഫയർ ചെയ്തത്. നമുക്കെന്തായാലും ഇവിടെ നേരെ നമുക്ക് റോക്കിൻ്റെ അടുത്തോട്ട് പോകാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. റോഡിക്ക് വടിക്കാട് ഗൈസ്, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് റോക്കിൻ്റെ അടുത്തോട്ട് പോവാം ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോക്കിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. റോക്കി അവിടെ ഉണ്ടോ? അവിടെ ഗൈസ് റോക്കി അവിടെ ഉണ്ട്. എല്ലാ വണ്ടിങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഗൈസ് റോക്കി. കാരണം ഗോൾഡ് വണ്ടിങ്ങളൊക്കെ അവിടെ വെക്കുമ്പോൾ ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ്. പോലീസുകാർ വന്ന് അവനെ റെയ്ഡ് ചെയ്യാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ റോക്കിനോട് നമുക്ക് പറയാം, എടാ റോക്കി ഇതാണടാ നിന്റെ എന്താ പോവും ടാങ്കർ. റോക്കി ഇതേ കിട്ടിയുള്ളൂ, പക്ഷെ ഇതാണെങ്കിൽ ഫുള്ളി ബുള്ളറ്റ് പ്രൂഫാണ്. ബുള്ളറ്റ് പ്രൂഫോ? എടാ ഇത് കണ്ടാ തോന്നുന്നല്ലോ ബുള്ളറ്റ് പ്രൂഫാണ്. എന്തായാലും നിനക്ക് വണ്ടി കിട്ടിയില്ലേ? 10 million എടുക്ക്, 10 million എടുക്ക്. ഇങ്ങോട്ട് എടുക്കടാ, 10 million എടുക്ക്. എന്തായാലും അയച്ചിട്ടുണ്ട് ഞാൻ 10 million കാലിനൊക്കെ. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, ഇത്ര വണ്ടികളെ കാലൊക്കെ മതി. ഞാൻ ഇനി വണ്ടികളെ കാലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. നീ ഒരു കാര്യം ചെയ്യാം റോക്കി, ഈ ഒരു എൻ്റെ വണ്ടി എവിടെ? എൻ്റെ വണ്ടി ഇങ്ങോട്ട് താ റോക്കി. നിൻ്റെ വണ്ടി കാലൊക്കെ ഇതിൻ്റെ ബാക്കിലുണ്ട്, ബാക്ക് കാലിലുണ്ട്. നീ ആ വണ്ടി കാലിലൊക്കെ പോയി എടുത്തോ. എന്തായാലും എനിക്ക് ഈ വണ്ടി കാലൊക്കെ മതി. നീ എന്തായാലും പോയിക്കേ, ഇനി ഇത് മാത്രം മതി എനിക്ക്. ഗൈസ് അങ്ങനെയാണെങ്കിൽ റോക്കി നമ്മളോട് പറഞ്ഞ് ഇത്ര വണ്ടികളും കാലൊക്കെ മതി എന്നാണ് പറഞ്ഞത് നമ്മളോട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ഗൈസ്.